ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. സെറ്റ് തിയറിയുടെ രണ്ടാമത്തെ വീഡിയോയിലോട്ടാണ് നാം പോകുന്നത്. സെറ്റ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സെറ്റ്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. സെറ്റ് എങ്ങനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാമെന്നും പറഞ്ഞു. ഇനി സെറ്റിൻ്റെ ഓപ്പറേഷൻസ്, കോമൺ ആയിട്ടുള്ള ഓപ്പറേഷൻസാണ്. പിന്നെ നമ്മൾ അതിന് വേറെ തരത്തിൽ ഡിഫൈൻ ചെയ്യും, അത് അടുത്ത ക്ലാസ്സിൽ പറയും. ഇന്ന് ജസ്റ്റ് നമുക്ക് ഓപ്പറേഷൻസ് എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് ഓപ്പറേഷൻ എന്നുള്ളതാണ്. സെറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പലർക്കും അറിയുന്നുണ്ടായിരിക്കും. അത് ഒരു സെറ്റിനെ മാത്രം വെച്ചുകൊണ്ട് ഓപ്പറേഷനൊക്കെ നടത്താം, അല്ല ഒന്നിൽ കൂടുതൽ രണ്ട് സെറ്റുകളെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഒന്നിനെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലായിട്ടോ സെറ്റുകളെ ഓപ്പറേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ A+B, ഇത് പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ്. A-B മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. എയും ബിയും ഓപ്പറൻറ്റുമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ സെറ്റ്സ് പറയുമ്പോഴും. സെറ്റ്സിൽ മെയിനായിട്ട് പറയുന്ന ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. സെറ്റ്സിൽ കോമൺ ആയിട്ട് പറയുന്ന ഓപ്പറേഷൻസാണ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെൻറ്റ്. ഈ 4 കോമൺ ആയിട്ട് പറയുന്നതാണ്. വേറെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ട് നമുക്കിതിൽ പഠിക്കാനുള്ളതുമായിട്ടുള്ള 4 ഓപ്പറേഷൻസാണ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ് ആൻഡ് കോംപ്ലിമെൻറ്റ്. അതിൽ യൂണിയനും ഇൻ്റർസെക്ഷനും ഡിഫറൻസും 2 സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന ഓപ്പറേഷനാണ്. അതേസമയം കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റിൽ മാത്രം മതി കോംപ്ലിമെൻ്റ് കാണാൻ. അപ്പോൾ നമുക്ക് എന്താണ് സെറ്റ് ഓപ്പറേഷൻസ് നോക്കാം. ഫസ്റ്റത്തേതാണ് യൂണിയൻ ഓഫ് 2 സെറ്റ്സ്. യൂണിയൻ ഓഫ് 2 സെറ്റ്സ് A and B ഈസ് ദ സെറ്റ് ഓഫ് all those elements which belongs to A or B or to both, written as A union B. വളരെ സിമ്പിളാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ 2 സെറ്റുകളാണ് എയും ബിയും, 2 സെറ്റ്സുകളാണ് എയും ബിയും എങ്കിൽ എയിലുള്ള എലമെൻറ്റും ബിയിലുള്ള എലമെൻറ്റും കൂടി കോമൺ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിനെ പറയുന്നതാണ് യൂണിയൻ എന്ന് പറയുന്നത്. യൂണിയൻ എന്ന് പറയുന്നത് അതാണ്. ഇനിയൊരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എയിലും ബിയിലുള്ള സെറ്റിലെ എലമെൻസിനെ നിരത്തി എഴുതുക, അതായത് എയിലുള്ളതും ബിയിലുള്ളതും എല്ലാം കൂടി എടുത്തിട്ട് എഴുതുന്നതിനാണ് എ യൂണിയൻ ബി. അതാണ് എ ഓർ ബി എന്നൊക്കെ പറയുന്നത്. അതിന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്ററാണ് ഇത്. യൂണിയനെ കാണിക്കുന്നത് ഇതാണ്. ഇതിനെ വായിക്കുന്നത് എ യൂണിയൻ ബി എന്നാണ്. അപ്പോൾ എയിലുള്ള എലമെൻറ്റും ബിയിലുള്ള എലമെൻറ്റും കൂടി നിരത്തി എഴുതുക, അതാണ് എ യൂണിയൻ ബി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് എ എന്നുള്ളത് 1, 2, 3. ബി എന്നുള്ളത് 3, 4, 5. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ആയിരിക്കും. നേരത്തെ എഴുതാം. എയിലുള്ള എലമെൻറ്റിൻ്റെയും ബിയിലുള്ള എലമെൻറ്റ് 3 റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് എഴുതണ്ടല്ലോ. കാരണം ഒരിക്കലും സെറ്റ്സിൻ്റെ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല എന്ന് ഞാൻ സെറ്റ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് എ യൂണിയൻ ബി. ഇനി അടുത്തത് പറയുന്നത് ഇൻ്റർസെക്ഷനാണ്. രണ്ടാമത്തതാണ് യൂണിയൻ കഴിഞ്ഞ് രണ്ടാമത്തെ ഇൻ്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ് പറയുക 2 സെറ്റ്സാണ് എയും ബിയും. പക്ഷേ അതിലുള്ള പോലെ നിരത്തി എഴുതലല്ല. എയിലും ബിയിലും കൂടി കോമൺ ആയി വരുന്നതിനെ മാത്രം എഴുതുന്നതിനാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. ഇൻ്റർസെക്ഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ഇലറ്റ്. ഇങ്ങനെയുള്ള സൈൻ ഇൻ്റർസെക്ഷനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. Intersection of 2 sets A and B is the set of all those elements which belongs to both A and B. എയിലും ബിയിലുള്ള എലമെൻറ്റിനെ കോമൺ ആയിട്ട് നിരത്തി എന്ന രീതിയാണ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുതാം. A = 1, 2, 3. B = 2, 3, 4. അങ്ങനെയാണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇത് കോമൺ ആയിട്ട് 1, 2, 2, 3 ആണ്. സോ 2, 3. ഇതാണ് അടുത്തത്. ഇങ്ങനെയാണ് ചെയ്യുക. ഇൻ്റർസെക്ഷൻ മനസ്സിലായി.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ആണ് മൈനസ് ആണ് ഡിഫറൻസിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എ മൈനസ് ബി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എയിലുണ്ട് എന്നാൽ ബിയിലില്ല. അതേസമയം ബി മൈനസ് എ എന്നാണെങ്കിൽ ബിയിലുണ്ട് എയിലില്ല. അതാണ് മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്ന സെറ്റിലുണ്ട്, രണ്ടാമത് പറയുന്ന സെറ്റിലില്ല. Difference of two sets A and B is the set of all those elements which belongs to A but not B, written as A minus B. Read as A minus B. അപ്പോൾ നോക്കൂ, അതേ എക്സാമ്പിൾ തന്നെ എഴുതുകയാണെങ്കിൽ A equal to 1 2 3, B is equal to 2 3 4. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി, എയിലുണ്ട് എന്നാൽ ബിയിലില്ല. അങ്ങനെയുള്ളത് ഏതാണ് ഇതിലുള്ളത്? 1 മാത്രമാണ്. സോ 1 ആണ് എ മൈനസ്. ഇനി അതേസമയം ബി മൈനസ് എ ആണെങ്കിലോ, ബിയിലുണ്ട് എയിലില്ല, 4 മാത്രമല്ലേ. ഇങ്ങനെയാണ് എഴുതുക. ഇനി അടുത്ത നാലാമത്തെ പറയുന്നത് കോംപ്ലിമെൻ്റാണ്. കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എല്ലാം കൂടി ഉൾക്കൊള്ളുന്നൊരു സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ എന്നൊരു സെറ്റ് ഡിഫൈൻ ചെയ്താൽ എയിൽ ഇല്ലാത്തതെല്ലാം തന്നെ, അതായത് യൂണിവേഴ്സിറ്റി സെറ്റിലുള്ളതും എയിൽ ഇല്ലാത്തതുമായ എലമെൻറ്റിനെയാണ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സിറ്റി സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് യു എന്നുള്ളൊരു സെറ്റാണ്. അത് എല്ലാം കൂടി ഉള്ളൊരു സെറ്റാണ്. അപ്പോൾ ഒരുപാട് സെറ്റുകൾ എടുക്കുമ്പോൾ ഏറ്റവും വലിയ സെറ്റിനെ യൂണിവേഴ്സിറ്റി സെറ്റ് എന്ന് പറയും. അതിൻ്റെ സബ്സെറ്റുകളാണ് ബാക്കി എല്ലാ സെറ്റുകളും. അപ്പോൾ യൂണിവേഴ്സിറ്റി സെറ്റിൽ ഇല്ലാത്ത ഉള്ളതും, അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിൽ ഇല്ലാത്തതും എന്നാൽ മറ്റേ യൂണിവേഴ്സിറ്റി സെറ്റിലുള്ളതുമായ എലമെൻ്റാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യു എന്നുള്ളൊരു സെറ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ ഇല്ലാത്തതിനെ ഇതും യു എന്ന ഇതിലുള്ളതുമായതിനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുക. ഓക്കെ. The complement of a set A is the set of all those elements which belongs to the universal set but not belongs to A, written as A complement. A complement വേറെ പല രീതിയിൽ എഴുതാൻ പറ്റും. A complement ഇങ്ങനെ എഴുതാം, പിന്നെ A complement ഇങ്ങനെയും എഴുതാം. 3 തരത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നോക്കൂ, യു എന്നുള്ള സെറ്റാണ് 1 2 3 4 5 6. എ സെറ്റാണ് 2 3 4. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എയിൽ ഇല്ലാത്തതും യൂണിവേഴ്സിറ്റി സെറ്റിലുള്ളതും. എയിലില്ല എന്ന യൂണിവേഴ്സിറ്റി സെറ്റിലുണ്ട്. 1 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. സോ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ 1 5 6 ആണ് എ. അപ്പോൾ നിങ്ങൾ പഠിച്ചത് സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻസാണ്. അതിൽ മെയിനായിട്ടുള്ള 4 ഓപ്പറേഷൻസാണ് പഠിച്ചത്. നമുക്ക് ഈ യൂണിയൻ ഇൻ്റർസെക്ഷനും ഡിഫറൻസും ഒക്കെ എല്ലാം കൂടി കോമൺ ആയിട്ട് നമ്മൾ സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ക്ലാസ് തരുന്നതാണ്. സ്റ്റാർ എന്നൊരു ഓപ്പറേഷൻ, ഏത് ഓപ്പറേഷൻ ആയാലും സ്റ്റാർ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഇവിടെ കോമൺ ആയിട്ട് പറഞ്ഞ 4 ഓപ്പറേഷൻസ് ഞാൻ പറഞ്ഞാണ്: യൂണിയൻ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ് ആൻഡ് ഡിഫറൻസ്. ഓക്കെ, താങ്ക് യു.